ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു വെജിറ്റബിൾ പുലാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ മസാലയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ വേറൊന്നും വേണമെന്നൊന്നുമില്ല. ഇത് മാത്രമായിട്ട് തന്നെ കഴിക്കാൻ പറ്റും. നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിത് ചെയ്തെടുക്കാൻ വേണ്ടി വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 6 ബീൻസ് എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതും ചെറുതായി കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ നൈസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ഗ്രീൻ പീസ് ഞാനിവിടെ പച്ച ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചിയും 3 അല്ലി വെളുത്തുള്ളിയും ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും വേണം. പിന്നെ വെജിറ്റബിൾസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സോയാ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം, കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിവിടെ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാനിതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഒരു ഗ്രാമ്പു, ഒരു ഏലക്ക, ഒരു പട്ടയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്താൽ നമുക്ക് സവാളയൊക്കെ പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കാൻ പറ്റും. എന്നിട്ട് ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാളയുടെ കളറൊന്നും മാറി വരേണ്ട ആവശ്യമില്ല. നല്ല രീതിക്കൊന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതിയാവും. അതുവരെ നല്ല രീതിക്ക് വഴറ്റി കൊടുക്കാം. ഇവിടെ സവാളയൊക്കെ നല്ല രീതിക്കൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ സ്റ്റൗ ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് കുറവ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ സാധാ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഞാൻ ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് കുറവ് ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊക്കെ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്തൊക്കെ സ്റ്റൗ ലോ ഫ്ലെയിമിലാണ് ഉള്ളത്. അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. പിന്നെ ഞാൻ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഈ അരി ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല. നല്ല രീതിക്ക് ഇതൊന്ന് കഴുകിയെടുത്ത ശേഷം ഞാനിത് വെള്ളം മാറാനായിട്ട് ഒരു അരിപ്പയിൽ ഇട്ട് വെച്ചതാണ്. എന്നിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയൊക്കെ എല്ലായിടത്തിലും എത്തുന്ന രീതിക്ക് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് റൈസാണ്. ഞാനിവിടെ ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. ഞാനിവിടെ 4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 2 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് 4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഞാൻ സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് നല്ല രീതിക്കൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അടച്ചു വെക്കുന്ന സമയത്ത് സ്റ്റൗ ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. പിന്നെ ഞാനിത് ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ വീണ്ടും ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ റൈസ് ഇവിടെ റെഡിയായി വരുന്നുണ്ട്. നമുക്കിതൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്നുകൂടെ വേവാനുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒന്ന് അമർത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഞാനിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ റൈസൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. മാക്സിമം ഒരു 10 മിനിറ്റ് കേട്ടോ. അതിൽ കൂടുതലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് കണ്ടോ, റൈസൊന്നും പരസ്പരം ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ നല്ല രീതിക്ക് കുക്കായി വന്നിട്ടുണ്ട്. ഇതാ ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ. നിങ്ങളൊരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണേ. ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അത്ര എളുപ്പമാണ്. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.